സ്വർഗം തുറക്കുന്നതാരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ആ പ്രവാചകന്റെ പുറകിലാരാട്? 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങള്, ബദരീങ്ങള്, ശുഹദാക്കള്, സ്വഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, അല്ലാഹു ഇഷ്ടപ്പെട്ടവര്, ഇവരെല്ലാവരും കടന്നു പോകുന്ന സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ എന്റെയും നിങ്ങളുടെയും കയ്യിൽ എന്താണുള്ളത്? സ്വർഗം കിട്ടാൻ നിന്റെ ജീവിതത്തിൽ നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? 25, 30, 35, 40, 45, 50, 55, 60, 65 വയസ്സു പ്രായമുള്ളവരെ സദസ്സിലിരിക്കുന്നല്ലോ. ഒരുപാട് കാലം കൊണ്ട് നിസ്കരിക്കുന്നല്ലോ, ഒരുപാട് കാലം കൊണ്ട് ഖുർആൻ ഓതുന്നല്ലോ, ഒരുപാട് കാലങ്ങൾ കൊണ്ട് ദിക്ർ പറയുന്നല്ലോ, ഒരുപാട് കാലം കൊണ്ട് സദഖ കൊടുക്കുന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഈ ചെയ്തു കൂട്ടിയ ഏതെങ്കിലും ഒരു നന്മ അല്ലാഹു സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ, നിന്റെ ജീവിതത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു സുബ്ഹാനല്ലാഹ്, ഏതെങ്കിലും ഒരു അൽഹംദുലില്ലാഹ്, ഏതെങ്കിലും ഒരു റക്അത്ത് നിസ്കാരം, ഏതെങ്കിലും കൊടുത്ത 1 രൂപയുടെ സദഖ അല്ലാഹു സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ, അല്ലാഹു സ്വീകരിച്ചോ എന്ന് ചോദിച്ചാ കൈമലർത്താനല്ലാതെ ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്കും ധൈര്യമില്ല. പിന്നെ എങ്ങനെയാ സ്വർഗത്തിൽ പോകുക? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്വർഗത്തിലേക്ക് പോകാൻ ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ കൈവക്കാൻ പറഞ്ഞപ്പോൾ പടച്ചവനെ ഈ സദസ്സിലിരുന്ന 99% പേരും കൈവക്കിയല്ലോ. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണോ? ഒരു എളുപ്പ വഴി പറയട്ടെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. ഈ സ്വഹാബിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത ഇഷ്ടമാ, പ്രവാചകനോട് വല്ലാത്ത സ്നേഹമാ. മുത്തുനബി എന്ന് പറഞ്ഞ ജീവനായിരുന്നു. പ്രവാചകനും അങ്ങനെ തന്നെയാണ്. ഈ ചെറുപ്പക്കാരനെ റസൂലുള്ളാഹിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരിക്കൽ സ്നേഹം കൂടിയപ്പോ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന സ്വഹാബിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? സ്നേഹം കൂടിയപ്പോ, വല്ലാത്ത സ്നേഹം കൂടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരാം. റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരനായ സഹാബിയ. ഈ സഹാബിക്ക് പ്രവാചകനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പ്രവാചകനും ഈ സഹാബിയെ വല്ലാത്ത ഇഷ്ടം. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായിരുന്നു. ഒരിക്കൽ സ്നേഹം കൂടിയപ്പോ ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും ചോദിക്കുക, ഞാൻ തരാം. എന്ത് വേണമെങ്കിലും ചോദിക്കുക, ഞാൻ തരാം. ആ സമയത്ത് ഈ ചെറുപ്പക്കാരനായ സഹാബി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ, എനിക്ക് സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ വരണം. സ്വർഗ്ഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ വരണം, അങ്ങയുടെ കൂട്ടുകാരനാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അവ ഗൈറ ദാലിക, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്. പൈസയോ പദവിയോ അധികാരങ്ങളോ കൊട്ടാരങ്ങളോ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നീ ചോദിക്ക്, സ്വർഗം ചോദിക്കല്ലേ. ഇല്ല നബി, എനിക്ക് സ്വർഗം മതി, വേറെ ഒന്നും വേണ്ട. നാളെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ വരണം, എനിക്ക് വേറെ ഒന്നും വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞതാണല്ലോ, വാക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. പ്രവാചകൻ പറഞ്ഞു, ഞാൻ തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? സഹോദരിമാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? ലോകത്തിന്റെ നേതാവ് പറയുകയാ, ഞാൻ തരും, ഞാൻ കൊണ്ടുപോകും. നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ചിട്ട് മുത്തുനബി പറയുകയാ, എന്റെ കൂടെ കൊണ്ടുപോകും ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണമെങ്കിൽ എന്റെ കൂടെ ഞാൻ കൊണ്ടുപോകും സ്വർഗത്തിലേക്ക്. അള്ളാഹു കൂടെ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ വെറുതെ കിട്ടൂല. അതാ
അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് നാളെ 5 കൂട്ടുകാരുണ്ട്. നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന 5 വിഭാഗം ആൾക്കാരുണ്ട്. 5 നന്മകൾ മുത്തുനബി പറയുന്നുണ്ട്. ഈ പറയുന്ന 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ സദസ്സിലിരിക്കുന്ന നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മുത്തുനബിയുടെ കയ്യെ പിടിച്ച് സ്വർഗത്തിൽ പോകാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന സ്വഹാബിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നാളെ എന്റെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് നിനക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണോ? എവിടെ വെച്ചാണെന്നറിയുമോ? ഇവിടെ വെച്ചല്ല, എവിടെ വെച്ചാണ് നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എവിടെ വെച്ചാണ് കടന്നു പോകുന്നത്? ഏത് സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാണ്, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോൾ ആകാശത്ത് നിന്ന് പടച്ചവനെ നക്ഷത്രവും സൂര്യനും ചന്ദ്രനുമെല്ലാം ഇങ്ങനെ തലയുടെ മുകളിലേക്ക് പെയ്തിറങ്ങുകയാണ്. മഴത്തുള്ളികൾക്ക് പകരം തീമഴ പെയ്തിറങ്ങുകയാണ്. ആ മലക്കതാ ഊതിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും തകർന്ന് തരിപ്പണമാവുകയാണ്. പിന്നെ ഇവിടെ ഒരുത്തനുമില്ല. പടച്ചവനെ അല്ലാഹുവിന്റെ ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യനുമില്ല. എല്ലാവരും തകർന്ന് തരിപ്പണമായി മണ്ണിന്റെ അടിയിലേക്ക് വീഴുകയാണ്. പടച്ചവനെ ശവപ്പറമ്പാവുകയാണ്. രണ്ടാമത് അല്ലാഹു ആ മലക്കിന് അവിടുന്ന് റൂഹ് കൊടുക്കുകയാ. അല്ലാഹുവേ, രണ്ടാമതാ മലക്കതാ സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോൾ ഈ സദസ്സിൽ ഇരിക്കുന്നവർ മുഴുവനും മരിച്ചപ്പോ കബറടക്കുന്നത് എങ്ങനെയാണ്? നല്ലതുപോലെ കുളിപ്പിച്ചു, വെള്ള തുണിയിൽ പൊതിഞ്ഞു, സുഗന്ധങ്ങൾ തേച്ചു, മനുഷ്യന്റെ കോലത്തിലാണ് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറടക്കുന്നത്. എങ്കിലും നാളെ വരുന്നത് ഇതുപോലെയല്ല. നാളെ വരുന്നത് ഇതുപോലെയല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, പള്ളിപ്പറമ്പിൽ നിന്ന് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്നത് പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയെ പോലെ വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, പിൻദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, ഉഹദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, 41 വിഭാഗത്തിലെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് ജനങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ ഉമ്മ പ്രസവിച്ചതുപോലെ, പടച്ചവനെ മുണ്ടില്ല, ഉടുപ്പില്ല, ഒന്നുമില്ല. എല്ലാവരും നഗ്നരായിട്ട്, എല്ലാവരും നഗ്നരായിട്ട് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാണ്. ഒരാളും ചെരുപ്പ് ധരിച്ചിട്ടില്ല. അന്ന് ചെമ്മിന്റെ തറയിലാണ് നിൽക്കുന്നത്. അല്ലാഹുവേ, 15 കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, അന്ന് തലയുടെ മുകളിൽ ഒരു ചാണ് മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, ഇന്നിവിടെ ഇരിക്കുമ്പോ നിന്റെ ശരീരം വിയർക്കുന്നല്ലോ. നാളെ വിയർത്ത് 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 ജനങ്ങളുടെ വിയർപ്പിന്റെ അകത്ത് മുങ്ങി നിൽക്കുകയാണ്. വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത് പോലെ ജനങ്ങളുടെ വിയർപ്പിന്റെ അകത്ത് മുങ്ങുകയാണ്. ചൂട് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. നിങ്ങളെ അടുക്കളയിൽ ചോറ് വെക്കുമല്ലോ, ചോറ് തിളച്ചിങ്ങനെ മറിയുമല്ലോ. ചോറ് നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ മാതാപിതാക്കളോ നിന്റെ കൂടെ പുറപ്പോ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട്, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എന്നെ സ്വർഗത്തിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നബിയേ. പ്രവാചകന്റെ കൂടെ നാളെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകണോ? 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഫഅനി അലാ നഫ്സിക ബികസുറത്തി സുജൂദ്. സഹാബാ, നിങ്ങളുടെ സുജൂദുകൾ അധികരിപ്പിക്കണേ സഹാബ, നിങ്ങളുടെ സുജൂദുകൾ അധികരിപ്പിക്കണേ സഹാബ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇവിടുത്തെ പള്ളികളുടെ മിനാരത്തിൽ ഹയ്യ അലസ്സലാ, ഹയ്യ
പടച്ചറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ഏത് മനുഷ്യനാണോ നമസ്കരിക്കുന്നത്, ആ നമസ്കരിക്കുന്നവൻ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ വരുന്ന ഒന്നാമത്തെ കൂട്ടുകാരി അവര് നിസ്കരിക്കുന്നവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പൊന്നു ചങ്ങാതിമാരെ, ഇന്നത്തെ നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. വെള്ളിയാഴ്ച പോലും കേറാത്ത മഹാന്മാരുണ്ട്. എന്തിനാണ് 5 വഖത്തൊക്കെ എന്തിനാ പോണേ? അത് ആഴ്ചയിൽ ഒരിക്കൽ പോയാ പോരാ. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകി. ഹജ്ജല്ലേ, വെള്ളിയാഴ്ച മാത്രം പോയാ പോരെ? എന്തിനാ 5 വഖത്ത് പോണേ? അത് ഉസ്താദന്മാര് കുറെ പ്രായമുള്ള ഉപ്പാപ്പമാർക്കുള്ളത്. നമ്മളൊക്കെ യുവത്വട പൊളിക്കേണ്ട സമയടാ ചങ്ങായിമാരെ. എടാ എന്തിനാടാ 5 വഖത്ത് പോണേ? വല്ല മഗ്രിബോ ഇശായോ സമയം കിട്ടുമ്പോ പോവാ. അതാ ഇന്നത്തെ അവസ്ഥ. ഇന്ന് നിസ്കരിക്കുന്നില്ലെങ്കിൽ അതൊരു തെറ്റായിട്ട് ആരും കരുതുന്നില്ല. ഈ മൂക്കിന്റെ മുകളിൽ വന്നിരിക്കണ ഈച്ച ഇങ്ങനെ പാച്ചു കളയണ പോലെ നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പൊ ചോദിക്കും തുടങ്ങിയിട്ട് അങ്ങേര് എവിടെ പോയാലും നിസ്കാരം നിസ്കാരം നിസ്കാരം, വേറെ ഒരു വിഷയമില്ല, വേറെ ഒരു വിഷയമില്ലല്ലോ. നിസ്കാരത്തെ കുറിച്ച് പിന്നെ ഞാൻ എന്നാ പറയണത് നിങ്ങളുടെ മുന്നിൽ? മരണത്തെ കുറിച്ച്, ഖബറിനെ കുറിച്ചോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റൂഹ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. ഈ റൂഹ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കുക. എന്തോ പറയുന്നുണ്ട്, വെളിയിലേക്ക് കേൾക്കണില്ല. ചെവി ഇങ്ങനെ കൊണ്ടുവച്ചപ്പോ ഹജ്ജിന് പോകാനല്ല പറഞ്ഞത്, ഉംറയ്ക്ക് പോണ കാര്യമല്ല പറഞ്ഞത്, സദഖ കൊടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ഖുർആൻ ഓതുന്ന കാര്യമല്ല പറഞ്ഞത്, മരണത്തെ കുറിച്ചല്ല പറഞ്ഞത്. മുത്തുനബി ആ മരിക്കുന്ന സമയത്ത് പറയുകയാ, നിസ്കാരം ഉപേക്ഷിക്കില്ലേ, നിസ്കാരത്തിന്റെ കാര്യം മറക്കണം. മുത്തുനബി വഫാത്തിന്റെ വേളയിലും നിസ്കരിക്കാനാ പറഞ്ഞത്. നിസ്കാരത്തിന്റെ കാര്യത്തെ കുറിച്ച് അതാ നിസ്കാരം, അതാ നിസ്കാരം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കത് നിസ്സാരം. അല്ലാഹുവേ, നിസ്കാരം നമ്മൾ നിസ്സാരമായി കളയുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല മദീനത്ത് മുത്തുനബിയുടെ റൗള ശരീഫിന്റെ ചാരത്ത് ഈ സഹാബി കിടക്കുന്നുണ്ട്, അടുത്ത് തന്നെ. ഈ സഹാബി പറയുകയാ, നിങ്ങൾ നല്ലതുപോലെ കേട്ടോ, ഈ സഹാബി പറയുകയാ, ഒരു വഖത്ത് നിസ്കാരം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കാരണമില്ലാതെ മുടക്കിയാൽ, ഒരു വഖത്ത് നിസ്കാരം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കാരണമില്ലാതെ മുടക്കിയാൽ അവൻ കാഫിറായി പോകുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു വഖത്ത് നിസ്കാരം അറിഞ്ഞുകൊണ്ട് കാരണമില്ലാതെ മുടക്കി അവൻ കാഫിറായി പോകുന്ന. അപ്പൊ എത്ര മുസ്ലിമീങ്ങൾ കാണും? 25 കോടി മുസ്ലിമീങ്ങൾ ദുആ ചെയ്തിട്ട് അല്ലാഹു സ്വീകരിക്കുന്നില്ല. ഇത് എത്ര ഉണ്ട് നിസ്കരിക്കണ? ഇതിന് നിസ്കരിക്കാൻ എത്ര പേരുണ്ട്? നീ വിചാരിച്ചു അങ്ങോട്ട് ഓസിന് കിട്ടുമെന്ന് വിചാരിച്ചോ? എടാ, നമ്മുടെ കയ്യിൽ ഇരിപ്പ് കൊണ്ട ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള കാരണം നമ്മളൊക്കെ തന്നെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കണം എത്ര പേരുണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണമില്ലാതെ ഒരു വഖത്ത് മുടക്കിയ എന്താ കാരണം? ആമിനത്ത വിചാരിക്കുന്നത് മീൻ വെട്ടിക്കഴിഞ്ഞാൽ കുളിക്കാതെ നിസ്കരിക്കാൻ പാടില്ല, അതുകൊണ്ടാ ളുഹർ അസർ വരെ എത്തിക്കുന്നത്. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ കരി പറ്റിക്കഴിഞ്ഞാൽ കിളയ്ക്കാൻ പോകുന്നവൻ പഠിച്ചവനല്ലോ, കിളയ്ക്കാൻ പോകുമ്പോ ശരീരം ഉയർത്താ, പിന്നെ കുളിക്കാതെ. ഇത് ഏത് കിതാബിലാ നിങ്ങൾ പഠിച്ചിരിക്കണേ? കുളിച്ചാൽ ഇടം മീൻ വെട്ടിക്കഴിഞ്ഞാൽ കുളി നിർബന്ധമാവും, കിളയ്ക്കാൻ പോയാൽ കുളി നിർബന്ധമാവും, കച്ചവടത്തിന് പോയാൽ കുളി നിർബന്ധമാവും. അപ്പൊ കുളിച്ചിട്ട് നിസ്കരിക്കാവുന്ന ഏത് കിതാബിലാ പറഞ്ഞിരിക്കണ? ഫർള. ഞാൻ ചോദിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ എന്താ? ഉദാഹരണം ചോദിക്കാം. നിന്റെ വീട്ടിൽ കിടക്കുന്നുണ്ട് നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിങ്ങളുടെ കുടുംബത്തിൽ പലരും രോഗം പിടിച്ചു കിടക്കുന്നുണ്ട്. അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. രോഗം പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുക, ഒരു സൈഡ് തളർന്ന്, ക്യാൻസർ പിടിച്ചവർ, ട്യൂമർ പിടിച്ചവർ, കിഡ്നി തകർന്നു പോയവർ, കയ്യും കാലും തളർന്നവർ ഇങ്ങനെ കിടക്കുക. ഈ കിടക്കണവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? ഇല്ലേ? നമ്മുടെ കാര്യം പോട്ടെ. ഈ രോഗം പിടിച്ച് കിടക്കണവർക്കൊക്കെ നിസ്കാരം നിർബന്ധമുണ്ടോ? എന്റെ നിന്റെ ദീൻ പറയുന്നത്, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കണം.
ഇനി ഫിഖഹിന്റെ പണ്ഡിതന്മാര് പറയാ, കടന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കൈകാലുകൾ അനക്കണം നിസ്കരിക്കുന്നവനെ പോലെ. അതിനു പറ്റാത്തവൻ ഹൃദയം കൊണ്ട് നിസ്കരിക്കണം. മരിക്കാൻ കിടക്കുന്നവൻ 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പിന്നല്ലേ ആരോഗ്യമുള്ളവന്റെ കാര്യം. എടാ, ക്യാൻസർ പിടിച്ച് ട്യൂമർ പിടിച്ച് മരണത്തോട് മല്ലടിച്ച് കിടക്കണം നിന്റെ വാപ്പായ്ക്ക് നിസ്കാരം നിർബന്ധമാണ്. പിന്നല്ലേ ആരോഗ്യത്തോടു കൂടി കിടക്കണം നിനക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ മഹത്വവും അതിന്റെ പവിത്രതയും നമുക്കറിയില്ല. നമ്മളിങ്ങനെ പേടിച്ച് നടക്കാം. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലെ ഹജ്ജിന് പോയി. ഹജ്ജ് കഴിഞ്ഞിട്ട് പിരിയുകയാണ്. അവസാനം അല്ലാഹുവിന്റെ കഅബയുടെ മുറ്റത്ത് നിന്നുകൊണ്ട് ഉമർ തങ്ങൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ശഹാദതൻ ഫീ സബീലിക വമൗതതൻ ഫീ ബലദി നബിയിക. പടച്ചവനെ, ദുആ കേൾക്കുമ്പോൾ സ്വഹാബത്ത് കണ്ണുതള്ളി നിൽക്കുകയാണ്. അവിടെന്ന് പറയുന്ന, പടച്ചവനെ, മരിക്കുമ്പോ ഷഹീദാകണം, ഷഹീദായി മരിക്കണം. എവിടെ കിടന്നു? മദീനത്ത് കിടന്ന്. നടക്കാത്ത മോഹമാണ്, സാധ്യതയില്ലാത്ത കാര്യമാണ്. ഉമർ തങ്ങൾ ദുആ ചെയ്തു. മദീനത്തേക്ക് വന്നു. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് പള്ളിയിൽ പോയി. പ്രസംഗിക്കുമ്പോൾ അവിടുന്ന് ഖുത്ബ ഓതുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, ഉസീകും ബിത്തഖ്വല്ലാഹ്. അവിടുന്ന് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ സമയമെടുത്തു, എന്റെ മരണമെടുത്തു, ഞാൻ പോവുകയാ. പടച്ചവനെ, അവിടുന്ന് അവസാനം ജുമുഅ കഴിഞ്ഞു, അസ്ർ നമസ്കരിച്ചു, മഗ്രിബ് നമസ്കരിച്ചു, ഇശാ നമസ്കരിച്ചു. തന്റെ ഭാര്യ മക്കളുടെ കൂടെ വീടിന്റെ അകത്ത് പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു. ഉമർ തങ്ങൾ പള്ളിയിലേക്ക് വന്നു. നൂറുകണക്കിന് സ്വഹാബത്ത് പള്ളിയിലേക്ക് വന്നു. അവസാനം ഇഖാമത്ത് കൊടുത്തു. ഉമർ തങ്ങൾ നമസ്കരിക്കാൻ ഇമാമത്തായി കയറി നിന്നു. ഉമർ തങ്ങൾ ഇമാമത്തായി കയറി നിന്നു. അവിടുന്ന് നിയ്യത്ത് ചെയ്തു, കൈകെട്ടി ഫാത്തിഹ ഓതി. ഇന്ന് സൂറത്ത് യൂസുഫ് ഓതുകയാണ്. സുബ്ഹിക്ക് അല്ലാഹുവിന്റെ പള്ളിയിൽ ഇമാമത്തായി നിന്നിട്ട് സൂറത്ത് യൂസുഫ് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഒരു കടാരയുമായിട്ടൊരുത്തനെ കടന്നു വരികയാ. അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, വിഷം കടർത്തിയ ഒരു കടാരയുമായി പടച്ച റബ്ബിന്റെ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വഹാബികളുടെ ഇടയിലൂടെ പള്ളിയുടെ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ കയറി വന്നു. ഇമാമത്തായി നിൽക്കുന്ന ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടുന്ന് കത്തിയങ്ങ് കുത്തിക്കേറ്റുകയാ. പിന്നെയും പിന്നെയും മൂരി കുത്തുകയാ. എന്നിട്ട് ഇവൻ ഇറങ്ങി ഓടുകയാണ്. നമസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബത്തിനെയും കുത്തിമലർത്തി. എന്നിട്ട് അവൻ ഓടി രക്ഷപ്പെടുകയാണ്. പടച്ചവനെ, അതാ ഇമാമ് കുത്തുകൊണ്ടിട്ട് മരണവപ്രാളത്തിൽ കിടന്ന് പിടയുകയാ. അതാ തന്റെ ചാരത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന 7 സ്വഹാബത്ത് രക്തത്തിൽ കുളിച്ച് കിടന്നിട്ട് പിടയുകയാ. പക്ഷേ ആ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരാളും ഓടിയില്ല, ഒരാളും കെട്ടിയ കൈ പോലും അടിച്ചില്ല, ഒരാളും നിലവിളിച്ചില്ല. തന്റെ ഇമാമിനെ കണ്ണിന്റെ മുന്നിൽ കുത്തി മലർത്തിയിട്ടിരിക്കുകയാണ്. ചാരത്ത് നിന്ന് നിസ്കരിച്ചവൻ കുത്തുകൊണ്ട് പിടന്ന് താഴെ വീഴുമ്പോഴും അല്ലാഹുവേ അവന് കൈകെട്ടി നിൽക്കുകയാണ്. കെട്ടിയ കൈ ഒരാളും അഴിക്കുന്നില്ല. കാരണം അവരെവിടെ ആരുടെ മുന്നിലാ നിൽക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ മുന്നിലാ അവന് കൈകെട്ടിയിട്ട് പറഞ്ഞതെന്ത്? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. അവര് പ്രതിജ്ഞയെടുത്തവരാണ്, അവര് പ്രതിജ്ഞയെടുത്തവരാണ്. പടച്ചവനെ, സർവ്വതും നിനക്കാണ് തമ്പുരാന്, ജനനവും മരണവും നിനക്കാണല്ല. പറഞ്ഞത് ആത്മാർത്ഥമായിട്ടായിരുന്നു, നമ്മളെ പോലെ വെറുതെയല്ല. പടച്ചവനെ, അതാ ഉമർ തങ്ങൾ പിടഞ്ഞു വീഴുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഉമർ തങ്ങൾ നമസ്കരിക്കാൻ കഴിയാതെ പിടഞ്ഞു വീഴുമ്പോ
അവിടുന്ന് വിളിച്ചു പറഞ്ഞു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. കേറി നിൽക്ക് സഹാബ, ആരെങ്കിലും കേറി ഒന്ന് ഇമാമത്ത് നിൽക്ക്. അതാ തന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബികളിൽ നിന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല ഇമാമ നിന്ന പായിലേക്ക് കേറി. പടച്ചവനെ, ആ സ്വഹാബി അവിടെ നിന്നുകൊണ്ട് നമസ്കാരം തുടങ്ങുകയാ. സുബ്ഹാനല്ലാഹ്, ആ സഹാബിയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്നതാരാ? മരണപ്രാളത്തിൽ കിടന്ന് പിടയുന്നതാരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പള്ളിക്കകത്ത് ഉമർ തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരുത്തൻ ഇങ്ങോട്ട് കയറി വന്നിട്ട് കത്തി എടുത്തിട്ട് ഒറ്റ കുത്ത്. ഇറങ്ങി പോകുമ്പോ നിസ്കരിച്ചുകൊണ്ടിരുന്ന 6 എണ്ണത്തിനെ കുത്തി മലർത്തിയിട്ട് ഓടുക. ഒരൊറ്റ സഹാബിയും ആ കെട്ടിയ കൈ അഴിച്ചില്ല വാപ്പ. ഒരാളും ഓടിയില്ല വാപ്പ. അതിനാ നിസ്കാരം എന്ന് പറയുന്നത്. ഒരൊറ്റ സഹാബി അനങ്ങിൽ അങ്ങനെ നിൽക്കാം. ഉമർ തങ്ങൾക്ക് ഇനി ഇമാമത്ത് നിൽക്കാൻ പറ്റാതെ വന്നപ്പോ അവിടെ നിന്ന് പറഞ്ഞു അല്ലാഹു അക്ബർ, സൂചന കൊടുത്തു ആരെങ്കിലും കയറി നിൽക്കാൻ. ഒരു സഹാബി കയറിയിട്ട് മുന്നോട്ട് നിൽക്കുമ്പോ ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ കാലിന്റെ ചുവട്ടിൽ കിടന്നിട്ട് മരണവപ്രാളത്തിൽ പിടയുകയാ. അപ്പോഴും ആ സഹാബി നിസ്കരിച്ചു. അതിനാ നിസ്കാരം എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ നിസ്കാരം ഒരു കൊതുക് പറഞ്ഞാൽ എനിക്കറിയാം. ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ചെവിയുടെ അടുത്തൂടെ ഒരു കൊതുവ് മൂളിയിട്ട് പോയാൽ എനിക്കറിയാം. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അല്ലാഹുവേ, നിസ്കരിച്ചുകൊണ്ടിരിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് താണ്ടടാ വരുന്നടാ എന്ന് പറഞ്ഞാൽ മതി. ഒരു പാമ്പങ്ങാണം കേറി എന്ന് പറഞ്ഞു ഇമാമ് മെഹ്റാബിന്റെ മുകളിൽ കയറും. ബാക്കിയൊക്കെ കണ്ടം വഴി ഓടുന്നത് കാണാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ നിസ്കാരം ഇതാ. നമ്മുടെ നിസ്കാരം ഇതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിസ്കാരം എന്ന് പറഞ്ഞ വെറുതെ അല്ല. ഉമർ തങ്ങൾ അവിടുന്ന് പടച്ചവനെ ബോധം മരണത്തിന്റെ വെപ്രാളത്തിൽ താഴെ വീണു. സഹാബത്ത് നമസ്കാരം കഴിഞ്ഞു. നമസ്കാരം കഴിഞ്ഞിട്ട് എല്ലാരും കൂടെ ഓടി വന്നിട്ട് ഉമർ തങ്ങളെ പിടിക്കാം. തങ്ങളെ എഴുന്നേക്കണില്ല. ഉമർ തങ്ങൾ മരണത്തിന്റെ വേളയിൽ എഴുന്നേക്കുന്നില്ല. സഹാബത്ത് എല്ലാരും വിളിച്ചിട്ട് എഴുന്നേക്കണില്ല. അപ്പൊ മോൻ പറഞ്ഞു കൊടുക്ക, വാപ്പ പള്ളിയിലെ ഇമാമ. ആ വാപ്പാടെ മോൻ പുറകിൽ നിന്ന് നിസ്കരിച്ചപ്പോഴാ ഒരുത്തൻ കയറി വന്ന് കുത്തി മലർത്തിയത്. പക്ഷെ മോനും കൈയഴിച്ചില്ല. എല്ലാരും തന്റെ വാപ്പാനെ വിളിച്ചിട്ട് എഴുന്നേക്കാതെ വന്നപ്പോ ഈ മോൻ പറയാ, എന്റെ വാപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. മോൻ പറഞ്ഞു കൊടുക്ക, എന്റെ ഉപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. എന്തേ മോനെ? എന്റെ ഉപ്പാടെ ചെവി നിസ്കരിക്കാൻ സമയമായി എന്ന് പറയാം. മരിച്ചുകൊണ്ട് കിടക്കുന്ന സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് പിടഞ്ഞിട്ട് ബോധമില്ലാതെ കിടക്കുന്ന ഉമർ തങ്ങളുടെ ചെവിയിൽ പോയിട്ട് നിസ്കരിക്കാൻ സമയമായി എന്ന് ആരെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു. ഒരു സഹാബി പോയിട്ട് ചെവിയിൽ പോയിട്ട് പറഞ്ഞു, ഉമറെ നിസ്കരിക്കാൻ സമയമായി. നിസ്കാരം എന്ന് കേട്ടതും മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഞെട്ടി അങ്ങോട്ട് ഉണർന്നു. നിസ്കാരം എന്ന് കേട്ടതും ഞെട്ടി അങ്ങോട്ട് ഉണർന്നു. ആദ്യം ചോദിച്ചു, സുബഹി നിസ്കരിച്ചോ? ആദ്യം ചോദിച്ച ചോദ്യം, സുബഹി നിസ്കരിച്ചോ സഹാബ? നിസ്കരിച്ചു തങ്ങളെ. അൽഹംദുലില്ലാ. എന്നെ കുത്തിയത് മുസ്ലിം അല്ലല്ലോ. അല്ല, അൽഹംദുലില്ലാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഇതാ നിസ്കാരം. ഇതാ നിസ്കാരം. സ്വർഗ്ഗത്തിൽ പോണെങ്കിൽ ജീവിതകാലം മുഴുവനും നിസ്കരിക്കണമെന്നൊന്നുമില്ല. ഒരു വഖത്ത് നിസ്കരിച്ചാൽ മതി. ഒരു വഖത്ത് നിസ്കരിച്ചാൽ മതി സ്വർഗ്ഗത്തിൽ പോകാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ നിസ്കരിക്കാൻ കൈകെട്ടി നിസ്കാരപ്പായിൽ നിന്ന് സലാം വീട്ടിയെട്ടി എഴുന്നേൽക്കുമ്പോ ഒന്നി അവൻ സ്വർഗത്തിൽ അല്ലെങ്കിൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാൾ നിസ്കരിക്കാൻ കൈകെട്ടി, നാളെ സുബഹിക്ക് പള്ളിയിൽ പോയി, ഈ പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ എഴുന്നേറ്റു, ഒന്നുമെടുത്തു, നിസ്കരിക്കാൻ കൈകെട്ടി. നിസ്കാരം കൈകെട്ടിട്ട് സലാം വീട്ടിയിട്ട് നീയൊക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു മലക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറയണ്ട, ചങ്ങാതി ഭാഗ്യവാൻ, സ്വർഗത്തിന്റെ അവകാശം നീ അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയവനാടാ. സ്വർഗത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, പൊക്കോടാ, മരിച്ച സ്വർഗത്തിലാ, പോടാ. കെട്ടിപ്പിടിച്ച് മുസാഫിർ ചെയ്ത് പള്ളിയിൽ നിറക്കി വിടും. ചിലതൊക്കെ നിസ്കരിച്ച് സലാം വിട്ടുമ്പോ ഈ മലക്ക് പറയടാ, നശിച്ചവനെ, എടാ വൃത്തികെട്ടവനെ, അല്ലാടെ സ്വർഗം കളഞ്ഞല്ലോടാ, അല്ലാടെ സ്വർഗം കളഞ്ഞല്ലോടി. നീ നരകത്തിന്റെ മുന്നിൽ അല്ല നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത വക്കത്തിന് മുമ്പം കാണാൻ നീ തീർന്ന തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ നീ നരകത്തിലാ. പറഞ്ഞിട്ടാ പള്ളിയിൽ ഓരോന്നിനെ ഇറക്കി വിടുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതിനാ നിസ്കാരം എന്ന് പറയുക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിനെ കുറിച്ച് അറിയാത്ത ആരാവുള്ള? എടാ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ക്യാൻസർ രോഗം പിടിച്ചു കിടക്കണ വാപ്പ എഴുന്നേറ്റ് നിസ്കരിക്കും, മോൻ കാണും, എന്നാ മോൻ നിസ്കരിക്കൂല.
ഭാര്യയാണ് ഒതുവെടുപ്പിക്കുന്നത്. സുഖമില്ലാതെ കിടക്കുന്ന ഭർത്താവിനെ കൊണ്ടുപോയി ഒതുവെടുപ്പിക്കുന്നത് ആര്? ആരോഗ്യവതിയായ ഭാര്യ. ഭർത്താവ് കട്ടിലി ഇരുന്നിട്ട് നിസ്കരിക്കും, പെണ്ണുമ്പോൾ താഴെ ചുരുണ്ട് കിടന്നിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങും, എന്നാലും നിസ്കരിക്കൂല. ഇടക്കാലില്ലാത്തവര് നിസ്കരിക്കുന്നു, വികലാംഗന്മാര്. ഈ രോഗം പിടിച്ച വാപ്പമാര് ഇവിടുത്തെ പള്ളിയിലൊക്കെ നടന്നു പോകും, കട്ടം പിടിയും വലിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെറുപ്പക്കാര് പറഞ്ഞ് വാട്സപ്പിൽ കുത്തിയിട്ട് റോഡില് എന്നാ കയറുവോ പള്ളിക്കകത്ത്. എന്തുകൊണ്ട് ഇവന്മാരൊക്കെ ഇങ്ങനായി? എന്റെ പ്രിയമുള്ളവരെ, ആരുടെ മൊബൈൽ എടുത്ത് നോക്കിയാലും വയല്. ഇപ്പൊ ഉറങ്ങണമെങ്കിൽ വയല് കേൾക്കണം. പണ്ടത്തെ പോലെ പാട്ടൊന്നുമല്ല. പണ്ടൊക്കെ ഉറങ്ങണമെങ്കിൽ ആൽബം പാട്ട് കേട്ടാൽ മതിയായിരുന്നു. ഇപ്പൊ വയല് കേട്ടാലേ ഉറക്കം വരും. അതെ, വയല് കെട്ടിട്ടാ ഞാൻ ഉറങ്ങണേ, വയല് കെട്ടിട്ടാ ഞാൻ ഉറങ്ങണേ. എന്തേ സഹോദര സഹോദരി, എന്തൊക്കെ കൊണ്ടിട്ടും എന്തൊക്കെ കണ്ടിട്ടും എന്തേ നമ്മൾ പഠിക്കാത്ത? നന്നാകാത്തതിന്റെ കാരണം, ഹൃദയത്തിന്റെ അകത്ത് നന്മ ഇറങ്ങാത്തതിന്റെ കാരണം എന്ത്? അതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ട് നന്നാകുന്നില്ല? 18 കൊല്ലം പോറ്റി വളർത്തിയ മാതാപിതാക്കള് കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും മുന്നിൽ വെച്ച് തന്റെ പൊന്നാര മക്കളുടെ കാലിൽ പിടിച്ചിട്ട് തെണ്ട മോളെ പോകും ഞാൻ. എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു? എന്തുകൊണ്ടിങ്ങനെ പോകുന്നു? എന്റെ പ്രിയമുള്ളവരെ, അതിന് ഞാനൊരു ചരിത്രം പറയാം. എന്റെ പെങ്ങന്മാര് മുഴുവനും നല്ലതുപോലെ കേട്ടോ. മരണവും കബറും പരലോകവും നരകവും എല്ലാം കേട്ടിട്ടും നന്നാകാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഈ ചരിത്രം കേൾക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും അതിന്റെ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ നിന്ന് പറയുകയാണ്, ഇമാം റാസി തങ്ങൾ പറയുന്നു, 1400 വർഷങ്ങൾക്ക് മുമ്പ് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണുണ്ടല്ലോ. മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണിങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ചെറുപ്പക്കാരിയായ പെണ്ണാട്. അവളിങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ടാണ് ഓടുന്നത്. പൊട്ടിക്കരയുന്നുണ്ട്. എന്താണ് ചോദിക്കുന്നത്? മുഹമ്മദ്, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെയാണ്? ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ എനിക്കും കാണിച്ചു തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് മദീനയുടെ തെരുവിലൂടെ നിലവിളിച്ചുകൊണ്ട് ഓടുന്ന പെണ്ണിനെ കാണുമ്പോ സ്വഹാബത്ത് പറഞ്ഞു കൊടുത്തു, പെണ്ണേ, ആയിരിക്കുന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകന്. മുത്തുനബി അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുമ്പോ ഈ പെണ്ണ് കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് തൗബയുണ്ടോ നബിയേ? എന്റെ പാപം അല്ലാഹു പൊറുക്കുമോ നബിയേ? നിലവിളിച്ചുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ പോയി കരഞ്ഞുകൊണ്ട് പറയുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നീ കരച്ചിലെന്ന് നിർത്ത്, നിന്റെ നിലവിളിയെന്ന് നിർത്ത്. നീ നിന്റെ ജീവിതത്തിൽ എന്ത് പാപമാണ് ചെയ്തത്? എന്തിനാണ് ഇതുപോലെ കരയുന്നത്? യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാണ് നബിയേ. എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. പോയാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടേ വരാറുള്ളൂ. എന്റെ ഭർത്താവ് പോയാൽ അങ്ങനെയാണ്. അങ്ങനെ എന്റെ ഭർത്താവ് ഒരിക്കൽ കച്ചവടത്തിന് പോയപ്പോ, ഇന്നി സനയിതു യാ റസൂലല്ലാഹ്, ഞാനൊരു മനുഷ്യനെ എന്റെ വീടിന്റെ അകത്ത് വിളിച്ചു കയറ്റി. ഞങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടു നബിയേ, ഞങ്ങൾ വ്യഭിചരിച്ചു നബിയേ, ഞങ്ങൾ വ്യഭിചരിച്ചു നബിയേ, ഞാൻ എന്റെ ഭർത്താവിനെ വഞ്ചിച്ചു നബിയേ. എന്നിട്ട് പെണ്ണ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ അതിലൂടെ ഗർഭിണിയായി, ഞാൻ അതിലൂടെ ഗർഭിണിയായി. എന്റെ കുഞ്ഞിനെ കൊന്നില്ല, എന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞില്ല, ആരോടും ഞാൻ പറഞ്ഞില്ല, ഒരാളും അറിഞ്ഞില്ല, ആരും കാണാതെ ഞാൻ എന്റെ വയറ്റിലിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാ. വീട്ടില് വേറെ ആരുമില്ലല്ലോ. ഭർത്താവ് ഗൾഫിൽ പോയിരിക്കുകയല്ലേ, ഭർത്താവ് കച്ചവടത്തിന് പോയിരിക്കുകയല്ലേ. ഇനി വർഷങ്ങൾ കഴിഞ്ഞല്ലേ മടങ്ങി വരത്തുള്ളൂ. അതുകൊണ്ട് ആരോടും പറയാതെ ഗർഭം മറച്ചു വെച്ചിട്ട് നടക്കുകയാ. 9.5 മാസം കഴിഞ്ഞു. യാ റസൂലല്ലാഹ്, ഞാനൊരാൺകുഞ്ഞിനെ പ്രസവിച്ചു നബിയേ. പെണ്ണവിടെന്ന് പറയുകയാണ്, ഞാനൊരാൺകുഞ്ഞിനെ പ്രസവിച്ചു നബിയേ. പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഞാൻ എന്റെ കുഞ്ഞിന്റെ കഴുത്തു ഞെരിച്ചു കൊന്നുകളഞ്ഞു നബിയേ.
9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പൊന്നാര മകനുണ്ടല്ലോ, അവനെ കൊന്നുകളയുകയാണ്. എന്നിട്ടും മയ്യത്തെന്ത് ചെയ്തെന്നറിയുവോ? ഈ പെണ്ണെന്തേ ചെയ്തതെന്നറിയുവോ? ഈ പെണ്ണിന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? ഒരു സൈഡ് ബിസിനസ് ഉണ്ടായിരുന്നു. എന്തേ ബിസിനസ് എന്നറിയുമോ? സുറുക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാ. സുറുക്കയുടെ കച്ചവടം ഇന്നൊക്കെ വാറ്റുചാരായം ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ ആ പെണ്ണിന് സുറുക്ക കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു. എന്ത് ചെയ്തെന്നറിയുമോ? ഏറ്റവും കൂടുതൽ പവർ കൂടിയ, ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ ഒരു സുറുക്കയുടെ കുപ്പിക്കകത്തേക്ക് എന്റെ കുഞ്ഞിന്റെ മയ്യത്ത് ഞാൻ അതിനകത്ത് വെച്ച് അടച്ചു വെച്ചു നബിയേ. ഉപ്പിലിടാ നെല്ലിക്ക ഇടുന്നത് പോലെ, പൈനാപ്പിൾ ഉപ്പിടുന്നത് പോലെ പടച്ചവനെ തന്റെ കുഞ്ഞിന്റെ മയ്യത്തെടുത്ത് അതിനകത്ത് വെച്ച് അടച്ചു വെച്ചോ. പടച്ചവനെ അതിനകത്ത് കിടന്ന് അഴുകുകയാ, അതിനകത്ത് കിടന്ന് അളിയുകയാണ്. കുഞ്ഞിന്റെ ഇറച്ചി മുഴുവനും അതിനകത്തേക്ക് അലിഞ്ഞങ്ങ് ചേരാൻ തുടങ്ങി, എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങി. പടച്ചവനെ എല്ലാം അതിനകത്തേക്ക് അലിഞ്ഞു ചേർന്നു. മാസങ്ങളോളം അതുപോലെ അടച്ചു വെച്ചു. ഒരടയാളവും കാണുന്നില്ല, ഒരടയാളവും കാണുന്നില്ല. അങ്ങനെ മനസ്സിലായപ്പോ, ഒരടയാളവും കാണാതെ വന്നപ്പോ ഞാനത് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു നബിയേ. അല്ലാഹുവേ, മുത്തുനബിയുടെ കണ്ണ് നിറയുകയാണ്, കൈകാലുകളെ വിറയ്ക്കുകയാണ്. എന്തൊരു പാപമാ, എന്തൊരു പാപമാ. ഇങ്ങനെ ഒരു പെണ്ണിനാകാൻ പറ്റുമോ? പടച്ചവനെ, 3 പാവമാണ്. വിവാഹം കഴിഞ്ഞവള് വ്യഭിചരിച്ചു, അതിന് എറിഞ്ഞു കൊല്ലണം. കൊലയ്ക്ക് പകരം കൊലയാണ്. കച്ചവടത്തിലെ കൃത്രിമം കാണിക്കുന്നത് വലിയ പാവമാണ്. ഈ പെണ്ണ് മുത്തുനബിയുടെ മുന്നിൽ ഇരുന്ന് കരയുകയാ.